വിദ്യാസാഗർ, ഗുരുവായൂരപ്പനെല്ലാം അറിയുന്നു, ഗുരുവായൂരപ്പനെല്ലാം കാണുന്നു, തെറ്റ് ചെയ്യുന്നവർക്ക് ഗുരുവായൂരപ്പൻ ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നു. നോക്കൂ, ഏകാദശി നാളിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ. വീട്ടിലെ കാരണവർ മരണപ്പെട്ടതിനാൽ പുലയുള്ള തന്ത്രിക്ക് ഏകാദശിയോടനുബന്ധിച്ച് പതിനായിരക്കണക്കിന് ഭക്തർക്കുള്ള അന്നദാനം വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാനാവുമോ? ക്ഷേത്രത്തിനകത്തല്ല, ക്ഷേത്രാങ്കണത്തിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു അന്നദാനം. എങ്കിലും തന്ത്രി ചെയ്തത് ശരിയാണോ? വിദ്യാസാഗർ, തൊഴുതു നിൽക്കാൻ ദേവസ്വം ഭരണസമിതിയും ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധയോടെ പ്രതികരിക്കേണ്ടതാണ് നമ്മുടെ ഹിന്ദു സമാജം. ഈ വിഷയം ഞാൻ വളരെ ശ്രദ്ധയോടെ കുറെ ദിവസമായിട്ട് വാച്ച് ചെയ്യാണ്. ഉദയാസ്തമയം എന്നാണ് ശരിയായ പ്രയോഗം. അസ്തമനം തെറ്റായ പ്രയോഗമാണ്, അസ്തമയമാണ് ശരിയായ പ്രയോഗം. ഉദയാസ്തമയ പൂജകൾ എന്തിനാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ദേവാലയം അല്ലെങ്കിൽ ആലയം, ദേവാലയത്തിന്റെ പ്രത്യേകത, അവിടെ ആദ്യമേ ആലയം നിർമ്മിക്കുക, ലക്ഷണമൊത്ത പ്രതിമ അവിടെ പ്രതിഷ്ഠിക്കുക, അതിന് പ്രാണപ്രതിഷ്ഠ നടത്തുക, അതിൽ നിത്യപൂജ നിത്യാർച്ചന നടത്തുക, മാത്രമല്ല അതിന്റെ ചൈതന്യം വർദ്ധിക്കുമാറ് അതിനെ കൊണ്ടു നടക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ തന്ത്രി എന്ന് പറയുന്ന സ്ഥാനം ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ ഒന്നും ഏൽപ്പിച്ചതല്ല. ആഗമശാസ്ത്രത്തിൽ പറയുന്ന സ്ഥാനമാണ് തന്ത്രി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ, ഏതൊരു വ്യക്തിയാണോ ഈശ്വരാരാധനയിൽ കേവനായിട്ടുള്ള ദ്വിജൻ, ആ ദ്വിജൻ ശാസ്ത്രങ്ങളെ പഠിച്ച് തൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നവനായിരിക്കണം. അവൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്നാണ്? ഏകാന്തിന സുസത്വസ്ഥ, അതായത് ഏകാന്തമായി ജപിക്കുകയും തപസ് ചെയ്യുകയും ചെയ്യണം. അവൻ സത്വബോധ, അതായത് സാത്വികനായിരിക്കണം. ദേഹാന്തം നാണ്യയാജ്ഞന, മരണം വരെ, ദേഹാന്തം വരെ ശ്രദ്ധ വിട്ടുപോവാതെ ഈ ദേവതയെ ഉപാസിക്കണം. കർത്തവ്യമിതി ദേവേശേ സംയജന്തേ ഫലം വിന. ഇത് പറഞ്ഞിരിക്കുന്നത് പൗഷ്കര സംഹിത എന്ന് പറയുന്ന വൈഷ്ണവ ആഗമ സംഹിതയിലാണ്. ഇവിടെ നമ്മുടെ ചർച്ചയിലുള്ള വിഷയവും ഗുരുവായൂർ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ വൈഷ്ണവാലയമാണ്. മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമാണ്. പലരും അത് ശ്രീകൃഷ്ണ ക്ഷേത്രമാണെന്നാണ് കരുതുന്നത്. ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ പൂർണ്ണാവതാരം തന്നെ. പക്ഷേ അവിടെയുള്ള പ്രതിമ എന്ന് പറയുന്നത് ചതുർബാഹുവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛൻ വസുദേവരടക്കമുള്ളവർ പൂജ ചെയ്തിരുന്ന 5000 ആണ്ടിനും മേലെ പഴക്കമുള്ള സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ്, ചതുർബാഹുവായ വിഗ്രഹമാണ്. വളരെ ലക്ഷണമൊത്ത കേരളത്തിലെ അപൂർവം വിഗ്രഹങ്ങൾ ഒന്നും കൂടിയാണത്. അവിടെ ചാർത്തുമ്പോൾ കൃഷ്ണനായും നരസിംഹമായും രാമനായും ഒക്കെ ചാർത്തും. പക്ഷെ മൂലവിഗ്രഹം എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. അപ്പൊ മഹാവിഷ്ണുവിനെ സംബന്ധിച്ചും മഹാവിഷ്ണുവിന്റെ അവതാരമൂർത്തികളെ സംബന്ധിച്ചുമുള്ള തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് വൈഖാനസം അല്ലെങ്കിൽ നാരദീയ പാഞ്ചരാത്രം തുടങ്ങിയ പഴയ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. വളരെ കാലമായി, ഏതാണ്ട് 12 വർഷങ്ങളായി, വേദ ഉപനിഷത്ത് ശാസ്ത്രങ്ങളെ കൂടാതെ വൈഖാനസം, നാരദീയ പാഞ്ചരാത്രം, ശൈവാഗമം, ശാക്തേയാഗമം എന്നിവയുടെ വിദ്യാർത്ഥിയായിരിക്കുന്ന ഞാൻ ഈ വിഷയത്തിൽ വളരെ സുസ്പഷ്ടമായ ഒരു അഭിപ്രായമാണ് ഇവിടെ പറയുന്നത്. പൂർവമായിട്ട് ശാസ്ത്രബലത്തോടു കൂടിയ അഭിപ്രായമാണ് പറയുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, യശാസ്ത്രവിധിമുത്സൃജ്യ വർത്തത്തെ കാമകാരത നസ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാം ഗതിം. ശ്രീകൃഷ്ണന്റെ വാക്കുകളാണ് ഗീതയിലെ. ആരൊരുവനാണോ ശാസ്ത്രവിധികളെ മാനിക്കാതെ തന്നിഷ്ടപ്രകാരം ഓരോന്ന് ചെയ്യുന്നത്, വർത്തത്തെ കാമകാരത, അവനവന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ ആരാണോ പെരുമാറുന്നത്, അവന് ഈ ജന്മത്ത് സിദ്ധിയുണ്ടാവുന്നില്ല, അവന് സുഖമുണ്ടാവുന്നില്ല, അവന് മോക്ഷഗതിയും സിദ്ധിക്കുന്നതല്ല എന്ന് സാക്ഷാൽ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നു. ഇന്ന് ഗീതാ ജയന്തി ദിനമാണ്. ശ്രീമദ് ഭഗവത്ഗീത ലോകരക്ഷയ്ക്കായിക്കൊണ്ട്, ലോകത്തെ ഉപദേശിക്കാൻ വേണ്ടി അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ശ്രീമൻ നാരായണൻ തന്നെ അവതരിച്ചു വന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനായി നമുക്കെല്ലാം മനുഷ്യരാശിക്കാകെ ഉപദേശിച്ച ഗ്രന്ഥമാണ് ഗീതാശാസ്ത്രം. ആ ഗീതാശാസ്ത്രം അവതരിച്ച ദിനം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി.
ആ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന വളരെ സുസ്പഷ്ടമായ ഒരു ശാസ്ത്രവിധിയെ മാനിക്കണം എന്ന സൂക്തമാണ് ഞാൻ ഇവിടെ ചൊല്ലിയത്. യശ് ശാസ്ത്രവിധി ഉത്സൃജ്യ വർത്തത്തെ കാമകാരത നസ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാംഗതിം. ഇങ്ങനെ താന്തോന്നിത്തം കാണിക്കുന്നവൻ, ഒരിക്കലും ശാസ്ത്രവിധിയെ മാനിക്കാത്തവൻ, അവന് സുഖവും സിദ്ധിയും പരഗതിയും ഉണ്ടാവുന്നില്ല എന്ന് ശ്രീകൃഷ്ണ വാക്യമാണ്. ഇവിടെ തന്ത്രി ചെയ്തിരിക്കുന്ന എന്താണ്? ഞാൻ ഇന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അയച്ചു തന്ന ഈ തന്ത്രിയുടെ റിട്ട്, തന്ത്രി കൊടുത്തിരിക്കുന്ന ഹരജി, അതിൽ പറഞ്ഞിരിക്കുകയാണ് ശങ്കരാചാര്യർ ഒരു മിത്താണെന്ന്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ തന്ത്രിക്ക് ശങ്കര ഭാഷ്യമോ ശങ്കരാചാര്യരുടെ ഇതര കൃതികളോ ഒന്നും ബാധകമല്ലെന്നല്ലേ വരിക? കേരളീയനായ നമ്മുടെ അഭിമാനമായ ജഗദ്ഗുരു സാക്ഷാൽ ആദിശങ്കരൻ ഒരു മിത്താണെന്ന് പറഞ്ഞ തന്ത്രി ഒരു കേരള ബ്രാഹ്മണനാണോ എന്ന് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം കേരള ബ്രാഹ്മണനായിരുന്ന ശങ്കരാചാര്യർ ഒരു മിത്താണെന്ന് സ്വന്തം പൂർവ്വ പിതാമഹന്മാരെ തള്ളി പറയുന്നതിന് നാടൻ ഭാഷയിൽ വളരെ രൂക്ഷമായ പദങ്ങളാണ് ഉള്ളത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ തന്ത്രീശൻ എന്ന് സ്വയം വിചാരിക്കുന്ന തന്ത്രി ഇന്ന് ചെയ്തത് അക്ഷന്തവ്യമായ അപരാധമല്ലേ? ഒരാൾ അയാൾക്ക് പുലയുള്ളപ്പോൾ, അത് ജന്മപുലയാണെങ്കിലും മരിച്ചതിനുള്ള പുലയാണെങ്കിലും, ഇതിപ്പോ ഒരു ഒരു ബന്ധു മരിച്ച പുലയാണ് അദ്ദേഹത്തിന്. ഗുരുവായൂരപ്പന്റെ കാര്യം എന്തെന്ന് വെച്ചാല്, ഗുരുവായൂരപ്പൻ വളരെ കണിശമായി ശിക്ഷ വിധി നടപ്പാക്കുന്ന ഭഗവാനാണ്, സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അപ്പൊ ഗുരുവായൂരപ്പന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി, ഗുരുവായൂരപ്പന്റെ ഇച്ഛ എങ്ങനെ മനസ്സിലാക്കാം? ശാസ്ത്രങ്ങളെ നോക്കണം. ഒരു മഹാവിഷ്ണുവിന്റെ ആലയം എങ്ങനെ നടത്തണം എന്നതിന് തന്ത്രിക്ക് വൈഖാനസത്തിലും പാഞ്ചരാത്രത്തിലും നല്ല അറിവും പ്രയോഗ സാമർഥ്യവും ഉണ്ടായിരിക്കണം. നിർഭാഗ്യമെന്ന് പറയട്ടെ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിലെ മിക്ക തന്ത്രിമാരുടെ അവസ്ഥ ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, നല്ല അറിവുള്ളവരും ആചരണ സാമർഥ്യമുള്ളവരും ഉണ്ട്. ഇപ്പൊ ഞാൻ ഗുരുവായൂർ വളരെ വളരെ റെയറായിട്ടേ പോവാറുള്ളൂ. ശ്രീപത്മനാഭസ്വാമിയുടെ അടുത്താണ് മിക്കവാറും ഞാൻ പോവുക, തിരുവനന്തപുരത്ത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അതിവിശുദ്ധമായ പൂർണ്ണ തേജസ്സുള്ള ഒരു ആലയത്തിൽ പ്രവേശിച്ചതിന്റെ അനുഭവം എല്ലാവർക്കും സംസിദ്ധമാവും. അതൊരു കച്ചവട കേന്ദ്രമല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ പെരുമാറ്റം ഞാൻ പറയുന്നില്ല, അതെന്തോ ആവട്ടെ. ഈ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണമുള്ള മിക്ക ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ തന്നെയാണ് ഏകദേശം ജീവനക്കാരുടെയും പെരുമാറ്റം. പക്ഷേ ഞാൻ പറയുന്നത് അവിടുത്തെ തന്ത്രി അല്ലെങ്കിൽ ആ തന്ത്രി കുടുംബം, തരണനല്ലൂർ കുടുംബം, എത്ര നൂറ്റാണ്ടുകളായി ദേവപൂജയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഋഷിമാരാണവർ എന്ന് പറയാൻ കാരണം ഈ വൈഖാനസം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ, സാധാരണ ഒരു ബ്രാഹ്മണൻ, അതാണ് ജാതമാത്ര ബ്രാഹ്മണൻ എന്ന് പറയുന്നു വൈഖാനസം, വൈഷ്ണവാഗമമാണ്. ജാതമാത്ര ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ കുടുംബത്തിൽ ബ്രാഹ്മണനായ അച്ഛനും അമ്മയ്ക്കും ജനിച്ചുകൊണ്ട് മാത്രം ബ്രാഹ്മണൻ എന്ന പേരുള്ളവൻ, അവനാണ് ജാതമാത്ര ബ്രാഹ്മണൻ. ആ ജാതമാത്ര ബ്രാഹ്മണൻ ഒരു തന്ത്രി ആവണമെങ്കിൽ അവൻ ഈ സവിശേഷമായ വിധികളിലൂടെ കടന്നുപോയി ഈ ശാസ്ത്രവിധികളെ മാനിച്ച് നിത്യം നിത്യാർച്ചന, അത് ഗൃഹത്തിൽ ഉള്ള ഗൃഹ ഉപചാര അല്ലെ ഗൃഹാചാരവും വേണം അവന്. അതുപോലെ തന്നെ ആലയാർച്ചയും വേണം അവന്. ആലയാർച്ച എന്ന് പറഞ്ഞാൽ ആലയത്തിൽ, ദേവാലയത്തിൽ വിഷ്ണുവിന് ചെയ്യപ്പെടുന്ന പൂജ കടുകിട വ്യത്യാസമില്ലാതെ ആ ശാസ്ത്രങ്ങളെ മാനിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ അവന് തന്ത്രി എന്ന പേരിന് അർഹതയുള്ളൂ. ഇവിടെ നടന്നിരിക്കുന്ന എന്താണ്? നമ്മുടെ ആരുടെയെങ്കിലും കുടുംബത്തിൽ ഒരു മരണം നടന്നാൽ നമ്മളിങ്ങനെ കുറിക്കൂട്ട് വാരി പൂശി ഇഷ്ടിക കൊണ്ട് കുറി വരച്ച് നമ്മൾ പിന്നെ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് പോയിട്ട് വിളക്ക് തെളിക്കുമോ? അപ്പൊ ശാസ്ത്രവിധിയെയും ഈ തന്ത്രി മാനിക്കുന്നില്ല എന്നതിന് ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. ഞാനൊരു ദിവസം ഒരു ചിത്രം കണ്ടു, അത് അനിൽജി കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ഞാനൊരു ദിവസം ഒരു ചിത്രം കണ്ടു സോഷ്യൽ മീഡിയയിൽ. ഈ പറയുന്ന ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ കൂടെ ജസ്ന സലീം എന്ന് പറഞ്ഞ പെൺകുട്ടി അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. എനിക്കോ അനിൽജിക്കോ ഇവിടെ ഇരിക്കുന്ന ഭക്തജന സംരക്ഷണ സമിതിയുടെ നേതാവിനോ പറ്റുമോ അങ്ങനെ ചെയ്യാൻ? അനുവദിക്കുമോ? അപ്പൊ ഈ മതവിഘടനവാദ ശക്തികൾ പോലും തന്ത്രിയുടെ മുറിക്കകത്ത് നിർലോഭം, ഒരു പ്രശ്നമില്ലാതെ നിർവിഘ്നം കടന്നു ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അപകടകരമായ ഒരു അവസ്ഥ ഗുരുവായൂരിൽ ഉണ്ടെന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്. പിന്നീടല്ലേ, ഏതാനും ദിവസങ്ങൾക്ക് ശേഷമല്ലേ നമുക്ക് മനസ്സിലായത് ഈ പെൺകുട്ടി ഗുരുവായൂരപ്പന്റെ ഒരു ചിത്രം മാത്രം ഇടുന്നോ കോപ്പി ചെയ്ത് വരയ്ക്കുകയാണെന്നും അത് അവളുടെ വരയ്ക്കാനുള്ള കഴിവല്ലെന്നും അവളും അവളുടെ ആൺ സുഹൃത്തും വന്നിട്ട് ബർത്ത്ഡേ പാർട്ടി കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തത് കണ്ടുവല്ലോ നമ്മൾ. അപ്പോ ഇതൊക്കെ തന്ത്രിയുടെ, അതായത് നമ്മൾ പറയല്ലോ അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര എന്നാണ്.
ഒരു വെറും കല്ല് അർച്ചകന്റെ പ്രഭാവം കൊണ്ടാണ് ശിവനായി മാറുന്നത്. അപ്പൊ അർച്ചകന്റെ പ്രഭാവം, ശാന്തിക്കാരന്റെ പ്രഭാവം, മേൽശാന്തിയുടെ പ്രഭാവം, തപശക്തി, തന്ത്രിയുടെ തപശക്തി, തന്ത്രിയുടെ അറിവും തപശക്തിയും, ഇതൊക്കെ പരമപ്രധാനമാണ്. അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ വിഗ്രഹം വെറും ശിലയായി മാറിപ്പോവും. വിദ്യാസാഗർ അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത് എന്ന് കൂടി ഒന്ന് അന്വേഷിക്കുക. നേരത്തെ വിജേഷ് ഭംഗ്യന്തരേണ് അത് പറഞ്ഞു വെക്കുകയുണ്ടായി. അതെ, വമ്പൻ മുസ്ലിം മുതലാളിമാർ കൊടുത്തിരിക്കുന്ന ഡ്യൂപ്ലെക്സ് ഫ്ലാറ്റിലാണ്. എനിക്കറിയാം ഇത്. വലിയ ഫ്ലാറ്റുകൾ ഓഫർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തെ തകർക്കാൻ ഭക്തന്മാരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഭക്തന്മാര് അവരുടെ പരിദേവനങ്ങൾ പറയാൻ ദേവനെ ആശ്രയിച്ച് വരുന്നവരാണ്. തന്ത്രിയെ പിടിച്ചാൽ ആ ക്ഷേത്രം ഒന്നടങ്കം തകർക്കാം. ഇത് നന്നായിട്ട് അറിയാവുന്നവരാണ് ഇത് ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട്. ഞാനിപ്പോ നേരത്തെ വൈഖാനസത്തിൽ പൗഷ്കര സംഹിതയിൽ ചൊല്ലിയ ഒരു ശ്ലോകം അത് പ്രമാണമാണ്. എന്താണ്? ഏകാന്തിന സുസത്വസ്ഥ ദേഹാന്തം നാന്യയാചിന. മാത്രമല്ല, കർത്തവ്യമിതി ദേവേശേ സംയജന്തേ ഫലം വിന. പണം ആഗ്രഹിക്കാതെ വേണം ഈ കാര്യങ്ങളെല്ലാം ഒരു ശാന്തിക്കാരനും തന്ത്രിയും ചെയ്യാൻ. ദേവാലയ പൂജ, വൈഷ്ണവാലയ പൂജയിലെ പ്രത്യേകമുള്ള നിർബന്ധമാണ്. ഈ മനുഷ്യൻ കേവലം ജാതമാത്ര ബ്രാഹ്മണൻ എന്ന സ്ഥാനത്ത് നിന്നും ഒരു എന്താ പറയാ, ഒരു ഭ്രൂണ ബ്രാഹ്മണനിലേക്കും, ഭ്രൂണ ബ്രാഹ്മണനിൽ നിന്ന് ഒരു ഋഷി ബ്രാഹ്മണനിലേക്കും, ഋഷി ബ്രാഹ്മണനിൽ നിന്ന് ഒരു മുനിയിലേക്കും അവൻ എത്തിച്ചേരണമെങ്കിൽ അവന് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏകാന്തിന ഒറ്റപ്പെട്ട് വളരെ മറ്റു ജനങ്ങളിലും വല്ലാതെ ഇടപെടാതെ, ഈ ജസന സലീമിന്റെ ഒക്കെ കൂടെ നിന്ന് സെൽഫി എടുക്കാതെ മര്യാദയ്ക്ക് അവനവന്റെ ശാസ്ത്രവിധിയിലുള്ള കർമ്മങ്ങൾ ചെയ്ത് ശാന്തിയോടെ, പ്രധാനമായും സത്വബുദ്ധിയോടുകൂടി ദേവനെ യജിച്ചുകൊണ്ട്, ദേവനെ പ്രാർത്ഥിച്ചും ജപിച്ചും അർച്ചന ചെയ്തുകൊണ്ടും വിഷ്ണു വിഗ്രഹത്തെ പൂജിച്ചുകൊണ്ടും, മാത്രവുമല്ല ഇതിനൊന്നും ഫലം പണം പ്രതീക്ഷിച്ച് ചെയ്യരുതെന്നാണ്. ഇപ്പൊ നമ്മുടെ സുഹൃത്ത് ഇവിടെ ഭക്തജന സമിതിയുടെ അദ്ദേഹം പറഞ്ഞുവല്ലോ, ലക്ഷക്കണക്കിന് രൂപയാണ് എഴുതുന്നത്. ഇത് ഇവിടുത്തെ മാത്രം കഥയല്ല. അങ്ങ് ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധ ക്ഷേത്രങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. അർച്ചകന്മാര് അവരുടെ തൊലി വെളുപ്പും നിറവും വസ്ത്രത്തിന്റെ നിറവും കുറിക്കൂട്ടും കാണിച്ചുകൊണ്ട് ലക്ഷങ്ങളും കോടികളുമാണ് ഓരോ പൂജയിലും സമ്പാദിക്കുന്നത്. ഇവരെ അടക്കമുള്ള സമാജത്തെ നിലനിർത്തുന്ന ഹൈന്ദവ സമൂഹത്തോട് യാതൊരു പ്രതിപത്തിയുമില്ലെന്ന് മാത്രമല്ല പരമപുച്ഛവുമാണ്. മതം മാറി തൊപ്പിയിട്ട് വന്നാൽ തന്ത്രിയുടെ മുറിയിൽ കയറി ഫോട്ടോ എടുക്കാം. ഈ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇത് മറ്റൊരു സമുദായത്തിനില്ലാത്ത അവസ്ഥ, വളരെ അപകടകരമായ അവസ്ഥയാണ്. ഇപ്പോ ഈ ഒരു വിഷയം പറഞ്ഞു. അതുപോലെ തന്നെ ക്ഷേത്രം എന്തിനാണ് ക്ഷേത്രം? സർവജനക്ഷേമം, സമയാസമയങ്ങളുള്ള മഴ, കൃത്യമായ വിളകൾ ഉണ്ടാവുക, അന്നം നന്നായി സമൃദ്ധമാവുക സമൂഹത്തിൽ. ഇങ്ങനെ പിന്നെ അതുപോലെ രാജാവിനും രാജ്യത്തിനും ക്ഷേമം ഉണ്ടാവുക, പ്രജകൾക്ക് ക്ഷേമം ഉണ്ടാവുക. ഇങ്ങനെയുള്ള പല ലക്ഷ്യങ്ങൾ തന്ത്രം എണ്ണമിട്ട് പറയുന്നുണ്ട്. ഒരു ദേവാലയം ഒരിടത്ത് വെച്ചാൽ അതിന് സ്വകാര്യ താല്പര്യങ്ങളല്ല, മറിച്ച് സർവജനക്ഷേമമാണ്, രാജ്യ താല്പര്യമാണ് ക്ഷേത്രത്തിനുള്ളത്. ആ ക്ഷേത്രത്തെ ഇவ்விധം നശിപ്പിച്ചാൽ, അതിന്റെ പൂർവാചാരങ്ങളെ തമസ്കരിച്ച് താന്തോന്നിത്തം കാട്ടിയാൽ, അതാണല്ലോ കാമകാരത എന്ന് പറഞ്ഞത്, താന്തോന്നിത്തം കാട്ടിയാൽ തന്ത്രിയാവില്ല, താന്തോന്നിയാവൂ. ഇത് പറയാൻ ഒരു മടിയും ഭയവുമില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് കടക്കുമ്പോ ശ്രീപത്മനാഭന്റെ ഓരോ ചടങ്ങും കാണുമ്പോൾ അത്ഭുത ആദരവ് തോന്നുകയാണ് തന്ത്രിയോട്. അവിടുത്തെ സതീശൻ ഭട്ടതിരിപ്പാടാണെങ്കിലും, അവിടുത്തെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണെങ്കിലും, അവിടെ പൂജാ കാര്യങ്ങൾ നിർണയിക്കുന്ന തന്ത്രിയോട് നമുക്ക് പാദ നമസ്കാരം ചെയ്യാൻ തോന്നുകയാണ്. കാരണം അവർ ശാസ്ത്രം പഠിച്ചവരും ഈ വൈഖാനസം പറയുന്ന ഋഷിത്വമുള്ളവരാണ്. ഈ ഒരു കാര്യം ഇത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശാസ്ത്രബോധമുള്ളവർ നമ്മുടെ സമൂഹത്തിലില്ല. വൈഖാനസം പഠിക്കണം, പാഞ്ചരാത്രം പഠിക്കണം, കൈവാഗമം പഠിക്കണം, ഒന്നും പഠിക്കണ്ട. അച്ഛൻ തന്ത്രിയായിരുന്നു, അതുകൊണ്ട് ഞാനും തന്ത്രി. അച്ഛൻ തന്ത്രിയായതുകൊണ്ട് അച്ഛനും തന്ത്രി. എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ വരികയാണ്. ഈ തഴമ്പ് പോരാ തന്ത്രിയാവാൻ. തന്ത്രിയാവണമെങ്കിൽ ആചാരത്തെ പറ്റി വളരെ ശ്രദ്ധയോടെ പഠിച്ചവനായിരിക്കണം, നിത്യവും ദേവനെ യജനം ചെയ്യുന്നവനായിരിക്കണം. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങൾക്കെല്ലാം മേലെ സന്യാസിമാര് വേണ്ട, അതിൽ ഗൃഹസ്ഥരായിട്ടുള്ള ആചാരയുക്തരായിട്ടുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ ആഗമ വിചാര സഭയുണ്ടായിരിക്കണം. ഇത് ഞാൻ പണ്ടേ പറയുന്ന വിഷയമാണ്, ആരും കേൾക്കാറില്ല. ആഗമ വിചാര സഭയുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ തന്ത്രിയെ ശാസിക്കാൻ ഈ ദേവസ്വം ബോർഡിനെ പോലെ പിന്നെ പരസ്പരം സഹായ മുന്നണി പോരാ. നമുക്ക് വേണ്ടത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആചാരങ്ങൾ തെറ്റു വന്നാൽ അപ്പോൾ ചോദ്യം ചെയ്യാനും തിരുത്താനും പറ്റിയ ഓദിക്കന്മാരും ആഗമം പഠിച്ചവരുമായ ആളുകളുടെ ആഗമം പഠിച്ചവരായിരിക്കണം. അതിൽ കയറിക്കൂടും രാഷ്ട്രീയക്കാര്.
അവർക്ക് വേറെ ലാഭം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആഗമം പഠിച്ചവരുടെ ഒരു സമിതി എല്ലാ ക്ഷേത്രങ്ങളിലും വേണം, ഇവരെയൊക്കെ തിരുത്താൻ എന്നാണ് എന്റെ ആദ്യത്തെ അഭിപ്രായം.